വെൽക്കം തൈമോനാണ്. ഫാർമക്കോഡൈനാമിക്സ് ആണ് നമ്മുടെ ബേസിക് പ്ലോട്ട്. ഇവിടെ റിസപ്റ്റേഴ്സ് ആണ് നമ്മളുടെ ഡിസ്കഷൻ. മരുന്നുകൾ എങ്ങനെ പ്രവർത്തിക്കും. സോ റിസപ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി വി ഡിസ്കസ് 2 റിസപ്റ്റേഴ്സ്, ലിഗൻഡ് ഗേറ്റഡ് അയോൺ ചാനൽ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ അയോൺ ചാനൽ ലിങ്ക് റിസപ്റ്റേഴ്സ്, അത് കഴിഞ്ഞു. ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റേഴ്സ്, അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നൗ വി ആർ ഡിസ്കസിങ് മൂന്നാമത്തെയാണ് എൻസൈം ലിങ്ക് റിസപ്റ്റർ. എൻസൈം ലിങ്ക്ഡ് നമുക്ക് മറ്റൊരു പേര് പറഞ്ഞു വിളിക്കാം, കൈനേസ്. Kinase linked or associated or കൈനേസിന് പകരം നമുക്ക് വേണമെങ്കിൽ എൻസൈം എന്ന് തന്നെ ചേർക്കാം. ലിങ്ക്ഡ് ഓർ അസോസിയേറ്റഡ് റിസപ്റ്റേഴ്സ്. സോ എങ്ങനെ വിളിച്ചാലും സംഭവം ഒന്ന് തന്നെയാണ്. സോ ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യത്തെ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് അബൌട്ട് ദിസ് റിസപ്റ്റേഴ്സ് ഈസ് ദാറ്റ് ദിസ് ഈസ് ഓൾസോ ട്രാൻസ് മെംബ്രെയിൻ റിസപ്റ്റർ. ഇതും ട്രാൻസ് മെംബ്രെയിൻ റിസപ്റ്റർ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് രണ്ടെണ്ണം നേരത്തെ പറഞ്ഞത് രണ്ടും ട്രാൻസ് മെംബ്രെയിൻ ആയിരുന്നു, അല്ലെങ്കിൽ വേറെയും ഉണ്ട്. ഏതെല്ലാമായിരുന്നു? വൺ വാസ് ലിഗൻഡ് ഗേറ്റഡ് അയോൺ ചാനൽ. ലിഗൻഡ് ഗേറ്റഡ് അയോൺ ചാനലും ട്രാൻസ് മെംബ്രെയിൻ ആയിരുന്നു. ദെൻ ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റർ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. അതും 7 ട്രാൻസ് മെംബ്രെയിൻ ഉള്ളത്, അതും സെൽ മെംബ്രെയിനിൽ തന്നെയാണ്. സോ ദിസ് ഈസ് ദ തേർഡ് വൺ. ഓക്കെ, അപ്പം ഞാൻ ഒന്നുകൂടി വലുതായിട്ട് വരയ്ക്കാം, കുറച്ചും കൂടി വലുതായിട്ട് വരയ്ക്കാം. സോ ദിസ് ഈസ് സെൽ മെംബ്രെയിൻ. ഇങ്ങനെ നമ്മൾ വരച്ച സെൽ മെംബ്രെയിൻ ആണ് നമ്മൾ വരയ്ക്കുന്നു. സോ ഇറ്റ് കണ്ടെയ്ൻ ആൻ എക്സ്ട്രാ സെല്ലുലാർ ഡൊമൈൻ. ഇവിടെയാണ് മരുന്നുകൾ വന്നൊട്ടിച്ചേരുക, അല്ലെങ്കിൽ ലിഗൻഡ്. മരുന്നുകളാകാം, ലിഗൻഡ് ആകാം, ഗ്രോത്ത് ഫാക്ടേഴ്സ് ആകാം. ലിഗൻഡ് ഇവിടെ ഒന്നൊട്ടിച്ചേരുന്നു. ആൻഡ് ദിസ് ഈസ് ദ ട്രാൻസ് മെംബ്രെയിൻ ഡൊമൈൻ. ഇത് ഹൈലി ലിപ്പോഫോബിക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നുമില്ല. ആൻഡ് ദിസ് വൺ ഈസ് ദ ഇൻട്രാ സെല്ലുലാർ ഡൊമൈൻ. ഇപ്പൊ മരുന്ന് ഇവിടെ വന്നൊട്ടിപ്പിടിക്കുമ്പോൾ സംഭവം കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെയാണ്. സോ ദ ഡിഫറൻസസ് ഓർ ചേഞ്ചസ് ആർ ഹാപ്പനിങ് ഇൻ ദ ഇൻട്രാ സെല്ലുലാർ ഡൊമൈൻ. സോ നമുക്ക് ഇൻട്രാ സെല്ലുലാർ ഡൊമൈനെ നമുക്ക് 2 തരമാക്കാം. വി ക്യാൻ ഡിവൈഡ് ഇൻടു 2. സോ ഇറ്റ് സെൽഫ് ക്യാൻ ബി ആൻ എൻസൈം. ഇത് തന്നെ ഒരു എൻസൈം ആകാം. ഓർ ഇറ്റ് ക്യാൻ ഇന്ററാക്ട് വിത്ത് സം അതർ സൈറ്റോസോളിക് എൻസൈം. സൈറ്റോപ്ലാസത്തിലുള്ള മറ്റ് എൻസൈമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതാകാം. അല്ലെങ്കിൽ ഇതിന് ദിസ് ഇറ്റ് സെൽഫ് ക്യാൻ ബി ആൻ എൻസൈം. ഇങ്ങനെയാണ് നമ്മൾ രണ്ടാക്കുക. സോ 2 സാധ്യതകൾ. ഇതിന് തന്നെ ഒരു എൻസൈം ആകാം, അല്ലെങ്കിൽ ഇതിന് മറ്റ് എൻസൈമുകളുമായിട്ട് ഒട്ടിച്ചേരാൻ സഹായിക്കാനായിട്ട് പറ്റും. സോ ICD, ഇൻട്രാസെല്ലുലാർ ഡൊമൈൻ, ഇഫ് ഇറ്റ്സ് ആൻ എൻസൈം, അങ്ങനെയാണെങ്കിൽ കാറ്റലിറ്റിക് ആക്ഷൻ ഉണ്ടെങ്കിൽ, സോ ഇഫ് ഇറ്റ്സ് ഹാവിംഗ് എ കാറ്റലിറ്റിക് ആക്ഷൻ, സോ അതിനെ നമ്മൾ ഇൻട്രിൻസിക് എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഉള്ള ഡൊമൈൻ ആണ് എന്ന് പറയും. അങ്ങനെ ഇല്ലെങ്കിലോ? ഇങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ ഈ റിസപ്റ്റർ ഈസ് വിത്തൗട്ട്, ഇല്ല, എന്തില്ല, ഇൻട്രിൻസിക് എൻസൈമാറ്റിക് ഓർ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഇല്ലാത്ത ഭാഗമാണെന്ന് പറയാം. സോ നമുക്കപ്പോൾ മൊത്തം ഈ എൻസൈമിനെ തന്നെ നമുക്ക് 2 ഗ്രൂപ്പ് ആക്കാം. ദ റിസപ്റ്റേഴ്സ് വിത്ത് ഇൻട്രിൻസിക് ആക്ടിവിറ്റി ആൻഡ് റിസപ്റ്റേഴ്സ് വിത്തൗട്ട് ഇൻട്രിൻസിക് ആക്ടിവിറ്റി. സോ റിസപ്റ്റേഴ്സ് വിത്ത് ഇൻട്രിൻസിക് ആക്ടിവിറ്റി ആൻഡ് റിസപ്റ്റേഴ്സ് വിത്തൗട്ട് ഇൻട്രിൻസിക് ആക്ടിവിറ്റി എന്ന് നമുക്ക് 2 ആക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇവ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇവിടെ പ്രവർത്തനം എങ്ങനെയാണ് എന്നാണ്. അപ്പൊ നമ്മൾ വീണ്ടും സെൽ മെംബ്രെയിൻ വരയ്ക്കുന്നു. സെൽ മെംബ്രെയിൻ വരച്ചിട്ട് റിസപ്റ്റർ വരച്ചു. സോ എക്സ്ട്രാ സെല്ലുലാർ ഡൊമൈൻ, ഇൻട്രാ സെല്ലുലാർ. സോ നമുക്കറിയാം ഒറ്റ ഒരു റിസപ്റ്റർ മാത്രമല്ല, 100 കണക്കിന് ഇതേപോലെയുള്ള റിസപ്റ്റേഴ്സ് സെൽ മെംബ്രെയിനിൽ ഉണ്ടാകും. ഓക്കെ, ഞാൻ ഇവിടെയും വരയ്ക്കാം, ഇവിടെയും വരച്ചു. ജസ്റ്റ് ഫ്യൂ എക്സാമ്പിൾ. സോ ഇപ്പോ ആലോചിക്കുക, ദ ലിഗൻഡ് ഈസ് reaching here and get bound to the receptor. Ligand വന്ന് റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുന്നു. സോ ഇവിടെയും വന്ന് ബൈൻഡ് ചെയ്യാം. ഓക്കെ, ലിഗൻഡ് ഗെറ്റ് ബൗണ്ട്. സോ ഇങ്ങനെ 2 റിസപ്റ്ററിൽ ഒരേ ലിഗൻഡ് വന്ന് ബൈൻഡ് ചെയ്യുകയാണെന്ന് കരുതുക. സോ ഇങ്ങനെ ബൈൻഡ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങളാണ് നടക്കുക. ഒന്ന്, ഈ ലിഗൻഡ് ബൈൻഡ് ചെയ്ത റിസപ്റ്ററും ഈ ലിഗൻഡ് ബൈൻഡ് ചെയ്ത റിസപ്റ്ററും they will become one. അതിനെ നമ്മൾ വിളിക്കുക ഡൈമർ ഫോർമേഷൻ. സോ ദിസ് വിൽ now become a dimer. ആൻഡ് ഡൈമർ ഉണ്ടാവുന്നതിനെ പ്രോസസ്സിനെ നമ്മൾ ഡൈമറൈസേഷൻ. സോ when ligand bound to the receptor get dimerized. Okay, so this is the first dimerize ചെയ്തു. ഇങ്ങനെ ഡൈമറൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു ഇവിടെ ബൈൻഡ് ചെയ്യുമ്പോൾ ഇവിടെയാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുക. സോ ഇത് ഇൻട്രിൻസിക് ആക്ടിവിറ്റി ഉള്ളതാണെങ്കിൽ, സപ്പോസ് തിങ്ക് ദാറ്റ് ദിസ് ഈസ് ഹാവിംഗ് ഇൻട്രിൻസിക് ആക്ടിവിറ്റി, അങ്ങനെ നമ്മൾ 2 ആക്കിയാണല്ലോ. ഇൻട്രിൻസിക് ആക്ടിവിറ്റി ഉള്ളതാണെങ്കിൽ ആൻഡ് ദിസ് ഏരിയ വിൽ ഗെറ്റ് ഫോസ്ഫോറിലേറ്റഡ്. സോ ഇവിടെ അമിനോ ആസിഡ് ടൈറോസിൻ ഉണ്ടെന്ന് കരുതുക, സെറിൻ ഉണ്ടെന്ന് കരുതുക, ഓർ ത്രിയോണിൻ ഉണ്ടെന്ന് കരുതുക. സോ പ്രധാനമായിട്ടും ടൈറോസിനാണ്. സോ ടൈറോസിൻ അമിനോ ആസിഡ് ഉണ്ടെങ്കിലാണ് ഈ കാര്യങ്ങൾ കൂടുതലായിട്ട് നടക്കുക. സോ ആരാണ് ഇതിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിസപ്റ്ററിലെ ഈ ഇൻട്രിൻസിക് ഡൊമൈൻ ഇതിനെയും ഇതിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോസ്ഫോറിലേറ്റ് ചെയ്യും. സോ ഇതിനെ ഇയാൾ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. ഫോസ്ഫോറിലേഷൻ മീൻസ് ഫോസ്ഫേറ്റ് വെച്ച് പിടിപ്പിക്കുക. സോ
അങ്ങോട്ടും ഇങ്ങോട്ടും ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ പറയുക ഓട്ടോ ഫോസ്ഫോറൈലേഷൻ എന്നാണ്. ഓട്ടോ ഫോസ്ഫോറൈലേഷൻ. സോ ഇപ്പൊ സംഭവിച്ചത് റിസപ്റ്റർ ഗെറ്റ് ഡൈമറൈസ്ഡ് ആൻഡ് സെക്കൻഡ്ലി ദ റിസപ്റ്റർ ഓട്ടോ ഫോസ്ഫോറിലേറ്റഡ്. ഓക്കെ, സോ ഓട്ടോ ഫോസ്ഫോറിലേഷൻ നടന്നു, ഡൈമറൈസേഷൻ നടന്നു. ഇനി രണ്ടാമത്തെ കേസ്, ഇവിടെ ദർ ഈസ് നോ ഇൻട്രിൻസിക് ആക്ടിവിറ്റി ഇല്ല എന്നുള്ള ടൈപ്പ് ആണെങ്കിൽ സൈറ്റോസോളിനകത്ത് അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിനകത്ത് സം SH2 ഡൊമൈൻ ഒക്കെ ഉള്ള ഒരു എൻസൈം ഉണ്ടെന്ന് വിചാരിക്കാം. സപ്പോസ് ദിസ് തിങ് എൻസൈം ഇസ് ജാക്ക് ആണെന്ന് വിചാരിക്കാം. സോ ഇത് വന്നിട്ടായിരിക്കും ഇതിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നു, ഇതിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് ഇവിടെയും വന്ന് പിടിക്കുന്നു, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നു. സോ ഇറ്റ് നീഡ്സ് ദ ഹെൽപ്പ് ഓഫ് സം എക്സ്റ്റേണൽ പ്രോട്ടീൻ. എക്സ്റ്റേണൽ മീൻസ് ഇവിടെ ഇല്ലാത്തത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻസൈഡ് ദ സൈറ്റോപ്ലാസത്തിൽ തന്നെയാണ്, പക്ഷെ ദർ ഈസ് നോ സച്ച് ആക്ടിവിറ്റി. ഓട്ടോ ഫോസ്ഫോറിലേഷൻ നടക്കുന്നില്ല, ബട്ട് ഇറ്റ് ഗെറ്റ് ഫോസ്ഫോറിലേഷൻ. ഓക്കെ, സോ രണ്ട് സാധ്യതകളും നമ്മൾ കണ്ടു. ഫോസ്ഫോറിലേറ്റഡ്. സോ ഫോസ്ഫോറിലേറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദീസ് റിസപ്റ്റേഴ്സ് ആർ നൗ ആക്റ്റീവ് ആയി. ഓക്കെ, സോ വെൻ എ ലിഗൻഡ് ബൈൻഡ് ടു ദ റിസപ്റ്റർ, two of the receptor, they get dimerized. So dimerization നടക്കുന്നു and they get autophosphorylated or phosphorylated with the help of some other cytosolic enzymes. ഇനി മൂന്നാമത്തെ പോയിന്റ്, ദ തേർഡ് പോയിന്റ് എനിക്ക് പറയാനുള്ളത്, ആൻഡ് ഇങ്ങനെ നടക്കുന്ന ഈ ആക്ഷൻസ് ആർ വെരി സ്ലോ, വളരെ സ്ലോ ആണ്. ഇഫ് കമ്പയർഡ് ടു ലിഗൻഡ് ഗേറ്റഡ് അയൺ ചാനൽ, അതാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് എന്ന് പറഞ്ഞു, ഓർ ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റർ, ഇത് സ്ലോ ആണ്, വളരെ വളരെ സ്ലോ ആണ്. ഇതിന്റെ മെയിൻ പ്രവർത്തനം മിക്കവാറും ഒട്ടിച്ചേരുന്നതെല്ലാം ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ്. ഗ്രോത്ത് ഫാക്ടറായിട്ട് ബൈൻഡ് ചെയ്തിട്ടുള്ളതാണ് ആക്ഷൻ. സോ ഉദാഹരണത്തിന് ഗ്രോത്ത് ഫാക്ടേഴ്സ് വളരെ സ്ലോ ആണ്, നമുക്കറിയാം. 1 ഗ്രോത്ത് ഫാക്ടർ ആണ്. 2 സെൽ പ്രൊലിഫറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷൻസ് ഒക്കെ സ്ലോ ആണ്. ദെൻ സെൽ ഡിഫറൻസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം സ്ലോ ആണ്. 4ാമത്തെ സർവൈവൽ മെക്കാനിസം. സോ ഇങ്ങനെയൊക്കെയുള്ള ആക്ഷൻ ഉണ്ട്, മിക്കവാറും ദീസ് ആർ സ്ലോ. എന്നാൽ ഫാസ്റ്റ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്, അതും നമുക്കറിയാം. പക്ഷെ കമ്പാരിറ്റീവ്ലി ദീസ് ആർ സ്ലോ. ഇനി എന്താണ് ആക്ച്വലി ഇവിടെ സംഭവിക്കാന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് ആക്ടിവേറ്റഡ് ആയി, ദിസ് റിസപ്റ്റേഴ്സ് ഈസ് നൗ ആക്ടിവേറ്റഡ്. ഇവിടെ ഒരു പ്രോട്ടീൻ വന്ന് പിടിക്കാന്ന് വിചാരിക്കുക, ആൻഡ് ദിസ് പ്രോട്ടീൻ ഗെറ്റ് ആക്ടിവേറ്റഡ്. ഇതിൽ വന്ന് പിടിക്കുന്ന പ്രോട്ടീൻ അതും ആക്ടിവേറ്റഡ് ആവും. ദെൻ ഇങ്ങനെ ഒരു സീരീസ് ഓഫ് ഇവന്റ്സ് നടക്കുകയും അവസാനം അത് ന്യൂക്ലിയസിനകത്തേക്ക് പോവുകയും ന്യൂക്ലിയസിന്റെ അകത്തെ DNA-യിൽ ഇതൊരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആയിട്ട് ആക്ട് ചെയ്യുകയും ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് സെർട്ടൻ പ്രോട്ടീൻ. സോ ഇങ്ങനെ ഒരു പ്രോട്ടീൻ ഉണ്ടായി വരണം, ആൻഡ് ദിസ് പ്രോട്ടീൻ ഹാസ് ടു ആക്ട്. അതുകൊണ്ടാണ് ആക്ഷൻ സ്ലോ ആകുന്നു എന്ന് പറഞ്ഞു. ഇനി ഞാൻ ഒരൊറ്റ ഒരു എക്സാമ്പിൾ ജസ്റ്റ് പറയാം. ഇതിനകത്ത് നടക്കുന്ന ഇൻട്രാസെല്ലുലാർ മെക്കാനിസം ഞാനൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് ഞാൻ പറയാം, നിങ്ങൾക്ക് അതിന്റെ കോംപ്ലിക്കേഷൻസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അത് നമ്മൾ സെപ്പറേറ്റ് എവിടെയെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ സപ്പോസ് തിങ്ക് ദാറ്റ് ഈ ലിഗൻഡ് ഒരു ഗ്രോത്ത് ഫാക്ടർ ആണെന്ന് വിചാരിക്കാം. സപ്പോസ് എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടർ ആണ് ജസ്റ്റ് വിചാരിക്കാം. ഓക്കെ, ഇത് വന്ന് ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം ഇത് ഡൈമർ ആകുന്നു. ഡൈമറായിട്ട് ദെൻ ഓട്ടോഫോസ്ഫോറിലേഷൻ നടക്കും. സോ ഇവിടെ നിന്ന് പുതിയൊരു പ്രോട്ടീൻ വന്ന് പിടിക്കുന്നു എന്ന് വിചാരിക്കുക. സോ തിങ്ക് ദാറ്റ് ദിസ് ഇസ് എ പ്രോട്ടീൻ, ആൻഡ് ഈ പ്രോട്ടീൻ വന്ന് പിടിക്കണമെങ്കിൽ ദർ മസ്റ്റ് ബി ആൻ SH2 ഡൊമൈനും SH3 ഡൊമൈനും ഒക്കെ വേണം. വന്ന് പിടിക്കാൻ ഒരു SH2 ഡൊമൈൻ വേണം. ദെൻ അതിൽ വേറെ പ്രോട്ടീൻ വന്ന് പിടിക്കാൻ ഒരു SH2 ഡൊമൈൻ വേണം. സോ ഈ പ്രോട്ടീന്റെ പേര് ഉദാഹരണം GRB പ്രോട്ടീൻ ആണെന്ന് കരുതുക. സോ നൗ ദിസ് GRB പ്രോട്ടീൻ gets activated. ഇങ്ങനെ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള GRBയുടെ SH2 ഡൊമൈനിൽ വന്നിട്ട് വേറൊരു പ്രോട്ടീൻ വന്ന് പിടിക്കും. അതിന്റെ പേര് SOS, സൺ ഓഫ് 7. സോ ഇതും നൗ ആക്ടിവേറ്റഡ് ആയി. സൺ ഓഫ് 7 ആക്ടിവേറ്റഡ് ആകുമ്പോഴത്തേക്കും അതിൽ വന്ന് പിടിക്കുന്നത് ചിലപ്പോൾ ഇവിടെ തന്നെ വന്ന് പിടിക്കണമെന്നില്ല, അത് വേറെ എവിടെ ആയിരിക്കും, സെൽ മെംബ്രെയിൻ ആയിരിക്കും. എന്തായാലും ജസ്റ്റ് ഉദാഹരണം മാത്രമാണ്. സോ ഇത് റാസ് പ്രോട്ടീൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആക്ടിവേറ്റ് ചെയ്യുന്നു. റാസ് പ്രോട്ടീൻ ഇൻ ടേൺ ആക്ടിവേറ്റ് അനദർ പ്രോട്ടീൻ റാഫ് പ്രോട്ടീൻ ആക്ടിവേറ്റഡ് ആവുന്നു. സോ ഇത് ആക്ടിവേറ്റഡ് ആയി. ദിസ് പ്രോട്ടീൻ ആക്ടിവേറ്റ് അനദർ പ്രോട്ടീൻ കോൾഡ് ആസ് മെക് എന്ന് പറയുന്ന പ്രോട്ടീൻ ആക്ടിവേറ്റഡ് ആവുന്നു. ഈ മെക് പ്രോട്ടീൻ വീണ്ടും അനദർ പ്രോട്ടീൻ മാപ് കൈനേസിനെ ആക്ടിവേറ്റഡ് ആക്കുന്നു. ആൻഡ് ദിസ് മാപ് കൈനേസ് ക്യാൻ ആക്ടിവേറ്റ് സീരീസ് ഓഫ് പ്രോട്ടീൻ. വൺ ഈസ് ഫോസ്, അനദർ വൺ ഈസ് ജൂൺ, ആൻഡ് അനദർ വൺ ഈസ് മിക്. ഓക്കെ, സോ 3 പ്രോട്ടീന്റെ പേര് പറഞ്ഞു മാത്രമേ ഉള്ളൂ. സോ ഇതിനൊക്കെ ആക്ടിവേറ്റഡ് ആകുന്നു. ഇതെവിടെ പോകും? ഇങ്ങനെ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള അവസാനം വീണ്ടും സെല്ലിന്റെ അകത്ത് ന്യൂക്ലിയസിനകത്തേക്ക് പോകുന്നു. ന്യൂക്ലിയസിനകത്ത് DNA ഉണ്ട്. ഈ DNA-യിൽ പോയിട്ട് ഇത് ബൈൻഡ് ചെയ്യുന്നു. ബൈൻഡ് ചെയ്തിട്ട് ദിസ് ഫോസ്, ജൂൺ, മിക് എല്ലാം ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആയിട്ട് ആക്ട് ചെയ്യും. ട്രാൻസ്ക്രിപ്റ്റ്. സോ നോക്കുക എത്ര പ്രോട്ടീനായി: GRB, SOS, റാഫ്, മെക്, മാപ് കൈനേസ്, ദെൻ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ. എന്നിട്ട് വേണം പുതിയ പ്രോട്ടീൻ ഉണ്ടാകാൻ. അതുകൊണ്ടാണ്
ഇത് സ്ലോ ആകുന്നു എന്ന് ഞാൻ പറഞ്ഞു. സോ ഞാനിവിടെ ഒരു എക്സാമ്പിൾ ആണ്, പ്രധാനപ്പെട്ട ഒരു കൈനേസ്, മാപ്പ് കൈനേസ്ന്നോ മെക് പാത്വേന്നോ എന്നൊക്കെ പറയുന്ന ഒരു പാത്വേ ആണ് ഞാൻ പറഞ്ഞത്. റാസ്, റാഫ്, മെക് പാത്വേ എന്നൊക്കെയാണ് പറയുന്നത് പാത്വേ. സോ ഇതാണ് ഒരു ഉദാഹരണം. സോ അതുകൊണ്ടാണ് ഇത് ഇത്ര സ്ലോ ആവുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് കാണേണ്ടത് എൻസാംബ്ലിംഗ് റിസപ്റ്റേഴ്സിലെ ഡിഫറെന്റ് ടൈപ്സ്. നമ്മളതിനെ 6 തരമാണ് ആക്കുക. ചില ബുക്കിലൊക്കെ 4 തരം ഉണ്ടാകത്തുള്ളൂ. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് 6 തരം ആക്കുക. ഒന്നാമത്തത് അതിനെ റിസപ്റ്റർ ടൈറോസിൻ കൈനേസസ് എന്ന് വിളിക്കും. റിസപ്റ്റർ ടൈറോസിൻ കൈനേസ് ഓർ നമ്മൾ അതിനെ എളുപ്പത്തിന് RTK. സോ ഇതാണ് ഏറ്റവും പ്രോമിനന്റ്, ഏറ്റവും ഇമ്പോർട്ടന്റ്, ഫേമസ് മെമ്പേഴ്സ് എല്ലാം ഇതാണ്. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് എക്സ്ട്രാ സെല്ലുലാർ ഡൊമൈനിൽ ഇപ്പൊ ജസ്റ്റ് റിസപ്റ്റർ വരയ്ക്കാം. ഇവിടെ വന്ന ലിഗൻഡ് ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ ദർ ഈസ് ഇൻട്രിൻസിക് കൈനേസ് ആക്ടിവിറ്റി ഉണ്ട്, ആൻഡ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ടൈറോസിൻ. സോ ഇവിടെയുള്ള അമിനോ ആസിഡ് ടൈറോസിൻ ആണ്, അതിന്റെ ഫോസ്ഫോറിലേഷൻ നടക്കും. സോ ഇവയ്ക്ക് ഇൻട്രിൻസിക് എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഉണ്ട്, അത് ടൈറോസിനുമാണ്. ഓക്കെ, രണ്ടാമത്തത് സെക്കൻഡ് വൺ ഈസ് ടൈറോസിൻ കൈനേസ് തന്നെയാണ്, ടൈറോസിൻ കൈനേസ് തന്നെയാണ്. പക്ഷെ വാക്കിലൊരു വ്യത്യാസമുണ്ട്, അസോസിയേറ്റഡ് എന്നാണ്, അസോസിയേറ്റഡ് റിസപ്റ്റർ എന്നാണ്. സോ അതിന്റെ അർത്ഥം ഇവിടെ ദർ ഈസ് നോ ഇൻട്രിൻസിക് ടൈറോസിൻ കൈനേസ് ആക്ടിവിറ്റി ഇല്ല. പിന്നെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ദർ ഈസ് നോ ഇൻട്രിൻസിക് ടൈറോസിൻ കൈനേസ് ആക്ടിവിറ്റി ഇല്ല. പകരം സം അതർ പ്രോട്ടീൻസ് ഫ്രം ദ സൈറ്റോപ്ലാസം ക്യാൻ കം ആൻഡ് ആക്ട്. ഉദാഹരണത്തിന് നമുക്ക് പറയാനാണെങ്കിൽ ജാക്ക്, ഒരു ഉദാഹരണം ജാക്ക് പ്രോട്ടീൻ നമുക്ക് പറയാം. ഇവിടെ ടൈറോസിനെ വന്ന് ഫോസ്ഫോറിലേറ്റ് ചെയ്യാം. ഇനി തേർഡ് വൺ, മൂന്നാമത്തത് റിസപ്റ്റർ സെറീൻ ഓർ ത്രിയോണിൻ ആണ്. സെറീൻ ഓർ ത്രിയോണിൻ ഓക്കെ കൈനേസ് ആണ്. അതിന്റെ വ്യത്യാസം എന്തായിരിക്കും? ഇവിടെ ടൈറോസിൻ ആണ്, പക്ഷെ ഇവിടെ ടൈറോസിന് പകരം ഇവിടെ സെറിൻ എന്ന് പറയുന്ന അമിനോ ആസിഡോ ത്രിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡോ ആയിരിക്കും ഉണ്ടാവുക. ഇൻട്രാസെല്ലുലാർ ഡൊമൈനിലുള്ള അമിനോ ആസിഡ് വ്യത്യാസമാണ്. ഓക്കെ, ബട്ട് ഇൻട്രിൻസിക് ഡൊമൈൻ ഓർ ഇൻട്രിൻസിക് കൈനേസ് ഓർ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഉണ്ട്. ഇനി നാലാമത്തത് റിസപ്റ്റർ ഗ്വാനൈലേറ്റ് സൈക്ലേസ് ആണ്. ഗ്വാനൈലേറ്റ് സൈക്ലേസസ്. നമ്മൾ അഡിനൈലേറ്റ് സൈക്ലേസസ് നമ്മൾ GPCRൽ പഠിച്ചു. ഇവിടെ ഇത് ചെയ്യുന്നത് ഇൻക്രീസസ് ദ സൈക്ലിക് GMP. സൈക്ലിക് GMP ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് ഇവ ചെയ്യുന്നത്. സോ ഗ്വാനൈലേറ്റ് സൈക്ലേസ്. ഇനി അഞ്ചാമത്തത് റിസപ്റ്റർ ലൈക്ക് ടൈറോസിൻ ഫോസ്ഫറ്റേസ് ആണ്. റിസപ്റ്റർ ലൈക്ക് ടൈറോസിൻ ഫോസ്ഫറ്റേസസ്. ഫോസ്ഫറ്റേസസ്. സോ ഇവിടെ നമ്മൾ കൈനേസസ് എന്നല്ല പറയുന്നത്, ഫോസ്ഫറ്റേസസ് എന്ന് വെച്ചാൽ ഫോസ്ഫേറ്റിനെ റിമൂവ് ചെയ്യലാണ്. ഫോസ്ഫേറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്ത് മാറ്റലാണ് ഫോസ്ഫറ്റേസ്. ഇനി ആറാമത്തെ ഒരെണ്ണം കൂടി ഉണ്ട്, അത് നമുക്ക് ഹിസ്റ്റിഡിൻ. ഞാൻ ഇവിടെ മാറ്റി എഴുതാം, അത് നമ്മൾ അത് ഉപയോഗിക്കാൻ പോകുന്നില്ല. ഹിസ്റ്റിഡിൻ കൈനേസ് അസോസിയേറ്റ് മനുഷ്യനിലില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മാറ്റി എഴുതിയത്. ഇനി നമുക്ക് ആദ്യത്തേത് റിസപ്റ്റർ ടൈറോസിൻ കൈനേസസ് RTK. സോ ഇതാണ് പ്രധാനപ്പെട്ട ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞു. ഇതിന് ഏകദേശം 58 റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ 58 തന്നെ 20 സബ് ടൈപ്സ് ആണ്. 20 സബ് ടൈപ്സ്. സോ 20 സബ് ക്ലാസിഫിക്കേഷൻ. സോ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ എപ്പിത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ റിസപ്റ്റർ EGF, അല്ലെങ്കിൽ അതിനെ എർബ് എന്നും വിളിക്കും. രണ്ടാമത്തത് പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടർ റിസപ്റ്റർ. പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടർ റിസപ്റ്റർ. മൂന്നാമത്തത് ഏറ്റവും ഫേമസ് ആണ്, എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം, ഇൻസുലിൻ റിസപ്റ്റർ ആണ്. ഇൻസുലിൻ റിസപ്റ്റർ. നാലാമത്തത് വാസ്കുലാർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ റിസപ്റ്റർ ആണ്. അഞ്ചാമത്തത് ഫൈബ്രോബ്ലാസ്റ്റ് ഗ്രോത്ത് ഫാക്ടർ റിസപ്റ്റർ. ഇനി ധാരാളം ഉണ്ടെന്ന് പറഞ്ഞ് 20 എണ്ണം ഇവിടെ എഴുതണം, മൊത്തം എഴുതുന്നില്ല. എഫ്രിൻ, പെട്ടെന്ന് കേട്ടാൽ പരിചയമാവുന്ന എഫ്രിൻ റിസപ്റ്റർ, ടർക്ക് റിസപ്റ്റേഴ്സ്, ആൻജിയോപോയിറ്റിൻ. സോ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഇവിടെയുള്ള മറ്റ് റിസപ്റ്റർ. ഇവയിൽ ഓരോന്നിലും ഇവിടെ റിസപ്റ്റേഴ്സിന്റെ സ്ട്രക്ചറിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. ഏറ്റവും പ്രകടമായിട്ടുള്ള വ്യത്യാസം ഇതിനകത്തുള്ളത് ഇൻസുലിൻ റിസപ്റ്റർ ആണ്. ഈ ഓൾ എൻസാംബ്ലിംഗ് റിസപ്റ്ററിൽ ഇൻസുലിൻ റിസപ്റ്റർ ഈസ് ഡിഫറെന്റ്. ഇൻസുലിൻ റിസപ്റ്റർ എന്താ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് ലിഗൻഡ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ഡൈമർ ആവുന്നതാണ്. പക്ഷേ ഇൻസുലിൻ ജന്മന ഡൈമർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെൽ മെംബ്രെയിൻ ആണെങ്കിൽ, ഇത് ഇൻസുലിൻ റിസപ്റ്റർ ആണെങ്കിൽ, ഇത് ഓൾറെഡി ഇറ്റ് ഈസ് എ ഡൈമർ. ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യുമ്പോഴാണ് ഇവിടെ നടക്കുന്നത്. സോ പ്രത്യേകിച്ച് ഡൈമറൈസേഷന്റെ ആവശ്യമില്ലാത്ത റിസപ്റ്റർ ആണ് ഇൻസുലിൻ റിസപ്റ്റർ. അത് നമുക്ക് ഇൻസുലിൻ റിസപ്റ്ററിന്റെ സ്ട്രക്ചർ പിന്നീട് പഠിക്കാം. സോ ഇവിടെയെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പുകൾ, ഇപ്പൊ ഗ്രോത്ത് ഫാക്ടർ ഒക്കെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ആ റാഫ്, റാസ്, മെക്, ഇവിടെ എല്ലാം നമുക്ക് അറിയാവുന്നത് ദീസ് ആർ ഓൾ ടാർഗറ്റ്സ് ഓഫ്
ഓഫ് ആന്റി ക്യാൻസർ ഡ്രഗ്സ് ആണ്. എസ്പെഷ്യലി ടൈറോസിൻ കൈനേസ് ഇൻഹിബിറ്റർ എന്നൊക്കെ പറയും, മാറ്റിനിബ്. സോ എല്ലാം ഇവിടെയാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഹെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസറിനൊക്കെ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഉദാഹരണത്തിന് ട്രാസ്റ്റുസുമാബ് എന്നൊക്കെ പറയുന്ന മരുന്നുകളൊക്കെ എവിടെയാണ് ആക്ട് ചെയ്യുക. ദിസ് ആൻ ഇമ്പോർട്ടന്റ് പാത്വേ. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞത് ടൈറോസിൻ കൈനേസ് അസോസിയേറ്റഡ് എന്നാണ്. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഇൻട്രിൻസിക് ആയിട്ടുള്ള ഫോസ്ഫോറിലേഷൻ നടക്കുന്നില്ല. സോ ഇറ്റ് നീഡ്സ് ഹെൽപ്സ് ഓഫ് ആൻ എക്സ്റ്റേണൽ. അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ജാക്ക് ആണ്. സോ വാട്ട് ഈസ് ദിസ് ജാക്ക്? ജാക്ക് സൈറ്റോപ്ലാസത്തിലുള്ളതാണ്. ഇവിടെ വന്ന് റിസപ്റ്ററിൽ വന്ന് നമ്മുടെ ലിഗൻഡ് ബൈൻഡ് ചെയ്യുമ്പോൾ ഏതാണ് പ്രധാനപ്പെട്ട ലിഗൻഡ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? സൈറ്റോകൈൻസ് ആണ്. സോ സൈറ്റോകൈൻ റിസപ്റ്റേഴ്സ് എന്നാണ് ഇവയെ നമ്മൾ വിളിക്കുക. സോ വെൻ സൈറ്റോകൈൻസ് കം ആൻഡ് ബൈൻഡ്, സോ ഇറ്റ് ഡസന്റ് ഹാവ് ഇൻട്രിൻസിക് കൈനേസ് ആക്ടിവിറ്റി. സോ ജാക്ക് എന്നുള്ള പ്രോട്ടീൻ ഇവിടെ ഒന്ന് പിടിക്കും. ഓക്കെ, സോ ജാക്ക് എന്താ ചെയ്യുക? ജാക്ക് ഇവിടെയും ജാക്ക് ഒന്ന് പിടിക്കും, ഇവിടെയും ജാക്ക് ഒന്ന് പിടിക്കും. ഈ ജാക്ക് ഇതിന് ആക്ടിവേറ്റ് ചെയ്യും, ഈ ജാക്ക് ഇതിന് ആക്ടിവേറ്റ് ചെയ്യും, ആൻഡ് ദെൻ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ടിവേറ്റ് ചെയ്യും. സോ സംഭവം ഇവിടെ നടക്കുന്നത് തന്നെ ലാസ്റ്റ് ഇവിടെ നടക്കും. പക്ഷെ ഇറ്റ് നീഡ്സ് ആൻ എക്സ്റ്റേണൽ പ്രോട്ടീൻ. എക്സ്റ്റേണൽ മീൻസ് ഇതല്ലാതെ, ഇവിടെയുള്ളതല്ലാതെ സൈറ്റോസോളിക് ആയിട്ടുള്ള ഒരു പ്രോട്ടീന്റെ സഹായം. സോ നൗ ദിസ് ഈസ് ആക്റ്റീവ്. ഇത് ആക്റ്റീവ് ആയി കഴിയുമ്പോഴത്തേക്കും അനദർ പ്രോട്ടീൻ വിൽ കം. ആ പ്രോട്ടീന്റെ പേര് സ്റ്റാറ്റ് എന്നാണ്. ആ പ്രോട്ടീൻ സ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഓൾസോ ജീൻ റെഗുലേറ്ററി പ്രോട്ടീൻ ആണ്. സ്റ്റാറ്റ് മീൻസ് സിഗ്നൽ ട്രാൻസ്ഡ്യൂസർ ആക്ടിവേറ്റർ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. സിഗ്നൽ ട്രാൻസ്ഡ്യൂസർ ആൻഡ് ആക്ടിവേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഇതാണ്. സോ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആണ്. ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ എന്ന് വെച്ചാൽ DNA-ലാണ് ആക്ട് ചെയ്യേണ്ടത്. സോ ഇങ്ങനെ സ്റ്റാറ്റ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ രണ്ട് സ്റ്റാറ്റ് ഒരുമിച്ച് ചേരും. സോ സ്റ്റാറ്റ് ആണ് ഇവിടെ ഡൈമറൈസ്. സോ സ്റ്റാറ്റ് ഗെറ്റ് ഡൈമറൈസ്ഡ്. ഇങ്ങനെ ഡൈമറൈസ് ആയിട്ടുള്ള സ്റ്റാറ്റ് ഇവിടെ പോകും. സ്റ്റാറ്റ് ഇത് ന്യൂക്ലിയസ് ആണ് പറയുന്നത്, സെല്ലല്ല. ന്യൂക്ലിയസിനകത്ത് DNA, ഇത് ന്യൂക്ലിയസിനകത്ത് DNA ആണ്. അവിടെ പോയി ബൈൻഡ് ചെയ്യും. സോ ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും സം പ്രോട്ടീൻസ് വിൽ ബി പ്രൊഡ്യൂസ്. സോ ഉദാഹരണം പറയുകയാണെങ്കിൽ സൈറ്റോകൈൻസിന് ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ആൽഫ ഇന്റർഫെറോൺ ഇമ്മ്യൂണിറ്റിയിലാണ് ഇമ്പോർട്ടന്റ്. ദെൻ ഇതെല്ലാം ഇമ്മ്യൂണിറ്റിയിലാണ് ഇമ്പോർട്ടന്റ്. ദെൻ ഗാമ ഇന്റർഫെറോൺ ആണെങ്കിൽ ആക്ടിവേറ്റ് മാക്രോഫേജസിനൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ദെൻ അനദർ എക്സാമ്പിൾ ഈസ് എറിത്രോപോയിറ്റിൻ ആണ്. എറിത്രോപോയിറ്റിൻ എന്താണെന്ന് നമുക്കറിയാം, കിഡ്നിയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്, RBC പ്രൊഡക്ഷൻ കൂട്ടുന്നതാണ്. ദെൻ പ്രോലാക്റ്റിൻ ഈസ് അനദർ വൺ. ഗ്രോത്ത് ഹോർമോൺ, ഫേമസ് ഗ്രോത്ത് ഹോർമോൺ ഈസ് അനദർ. ദെൻ ഗ്രാനുലോസൈറ്റ് മോണോസൈറ്റ് കോളനി സ്റ്റിമുലേറ്റിംഗ് ഫാക്ടർ. സോ ഇങ്ങനെ എല്ലാം ഉള്ള ശരീരത്തിലുള്ള പല സംഭവങ്ങളും വർക്ക് ചെയ്യുന്നത് ഈ ജാക്സ്റ്റാറ്റ് പാത്വേ വഴിയാണ്. സോ ഇറ്റ്സ് എ ടൈറോസിൻ കൈനേസ് ലിങ്ക്ഡ് അല്ല, അസോസിയേറ്റഡ് റിസപ്റ്റർ ആണ്. ഇനി മൂന്നാമത്തെ മെമ്പർ നമ്മൾ പറഞ്ഞത് റിസപ്റ്റർ സെറിൻ ത്രിയോണിൻ കൈനേസസ് ആണ്. സോ അതിന്റെ ഉദാഹരണം ട്രാൻസ്ഫോമിംഗ് ഗ്രോത്ത് ഫാക്ടർ. സോ ട്രാൻസ്ഫോമിംഗ് ഗ്രോത്ത് ഫാക്ടർ ഇവിടെ ഒന്ന് പിടിക്കുന്നു. സോ ഇറ്റ് വിൽ ആക്ടിവേറ്റ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണം ഇപ്പൊ ഗർഭകാലത്ത് ആദ്യത്തെ കുറെ നാൾ നമ്മളെല്ലാം പെണ്ണുങ്ങളായി, പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോഴാണ് ആണും പെണ്ണുമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ആണായിട്ടും കുറച്ച് ആൾക്കാരെ ആണായിട്ട് മാറുക. സോ അതിന് വേണ്ടതാണ് മില്ലേറിയൻ റിഗ്രഷൻ ഫാക്ടർ എന്നൊക്കെ പറയുന്ന ഫാക്ടർ. ഓക്കെ, മില്ലേറിയൻ ഫാക്ടർ, മെയിൽ സെക്സ് ഡിഫറൻസിയേഷൻ. സോ അതിനൊക്കെ ഉള്ള ഇമ്പോർട്ടന്റ് ഈ വഴിയാണ്, സെറിൻ ത്രിയോണിൻ കൈനേസസ് റിസപ്റ്റർ വഴിയാണ്. ഇനി നാലാമത്തെ നമ്മൾ പറഞ്ഞത് സൈക്ലിക് GMP വർദ്ധിപ്പിക്കുന്നതാണ്. സൈക്ലിക് GMP വർദ്ധിപ്പിക്കുമ്പോഴത്തേക്കും പ്രോട്ടീൻ കൈനേസ് G ആയിരിക്കും വർദ്ധിക്കുക. ഓക്കെ, ഇതിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണം ഏട്രിയൽ നേട്രി യൂററ്റിക് പെപ്റ്റൈഡ്, ANP ആണ് പ്രധാനപ്പെട്ട ഉദാഹരണം. ദെൻ അഞ്ചാമത്തെ ഗ്രൂപ്പ് എല്ലാം തന്നെ ദിസ് ഇമ്മ്യൂണിറ്റി ആക്ടിവേഷൻ ഒക്കെയാണ് പ്രധാനം. ഒരു പ്രധാനപ്പെട്ട റിസപ്റ്റേഴ്സ് PTPR ആണ്. PTPR എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് റിസപ്റ്റേഴ്സ് ആണ്. ഹിസ്റ്റിഡിൻ ഞാൻ പറഞ്ഞു മനുഷ്യനിൽ കാര്യമായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇത് പ്രധാനമായിട്ടും ഇപ്പോൾ ബാക്ടീരിയയിലൊക്കെ ഫ്ലജെല്ല ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ഇമ്പോർട്ടൻസ്, സോ മൂവ്മെന്റിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. സോ എൻസൈംലിംഗ് റിസപ്റ്റേഴ്സ് നമ്മൾ കണ്ടത്. എൻസൈംലിംഗ് റിസപ്റ്റേഴ്സിന്റെ സ്ട്രക്ചർ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടി. ദെൻ അതിന്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് പറഞ്ഞു. ദെൻ വി സോ വൺ എക്സാമ്പിൾ ഓഫ് ഇൻട്രാസെല്ലുലാർ മെക്കാനിസംസ് കണ്ടു. ദെൻ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻസൈംലിംഗ് റിസപ്റ്റേഴ്സ് കണ്ടു, അവയുടെ ഉദാഹരണങ്ങൾ കണ്ടു. സോ ഞാനിത് വളരെ കൺസൈസ്ഡ് ആയിട്ടാണ് പറഞ്ഞത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.